ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഓറഞ്ചിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തോടിനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി ഇതിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ചിനെ ഒന്ന് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ജ്യൂസിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത കാഷ്യൂനട്ടാണ്. ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ള മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഡ്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുക്കാം. ബദാം കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഷുഗർ കാരമൽ ചെയ്യാനാണ്. ഇത് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ഫാൾട്ട് പറ്റി പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റൗ സിമ്മിലാക്കി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ശകലം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ശകലം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ആക്കിയെടുക്കാം. അതായത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗവിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എൻ്റെ മാവ് ചേർക്കാം. 1 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നല്ലതുപോലെ അരിച്ചെടുത്ത മാവാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം. വെച്ചിട്ട് മാവിനെ മാറ്റി വയ്ക്കാം. ഒരു മിക്സി ജാറിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ച് നല്ല പതഞ്ഞു വരണം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ, 1 കറണ്ടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടി തന്നെ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്ററിനെ നമുക്ക് അതിലേക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അതിനെ കൂടി ഇട്ട് കൊടുക്കാം. കാരമൽ ഷുഗർ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട സമയത്ത് കുറച്ച് പട്ടപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താണ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ എയർ ബബിൾ പോകാൻ വേണ്ടി നമ്മൾ തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഒരു ഇഡ്ഡലി കുട്ടുവാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. ഡ്യൂട്ടി ഫ്രൂട്ടിയിൽ കുറച്ച് മൈദാമാവും കൂടി ചേർത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിനെ നമുക്ക് ഇഡ്ഡലി കുട്ടത്തിനകത്തെടുത്ത് വെച്ച് കൊടുക്കാം. ഇത് 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ട്യൂബ് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം വെന്താന്ന് നോക്കാം. വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിരിക്കാം. ഇത് നല്ലൊരു കേക്കാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊരു പപ്പട കുത്തിയിട്ടാണ് കുത്തി നോക്കിയത്. ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമുക്ക് വെളിയിൽ വെച്ച് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം ഇതിൽ നിന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.